തുടർച്ചയായി വിവാദങ്ങൾ സിപിഐഎം പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന് തലവേദനയാകുകയാണ്. പീഡനക്കേസിലെ പ്രതിയെ കൺട്രോൾ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം തിരുവല്ല ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് നേരത്തെ വലിയ വിവാദമായിരുന്നു. കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയം മുതൽ പത്തനംതിട്ട സിപിഐഎം വിവാദത്തിലാണ്. തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രണ്ടംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി നടന്നത് വിവാദമായിരുന്നു. പീഡനക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറി സി സജിമോനെ സിപിഐഎം തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തതും വിവാദമായി. സജിമോനെതിരെ തിരുവല്ല ടൗണിന്റെ വിവിധയിടങ്ങളിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. സജിമോന്റെ പാർട്ടിയിലേക്കുള്ള തിരിച്ചുവരവ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള വിമർശനങ്ങളെ അവഗണിച്ച് പാർട്ടി ജില്ലാ നേതൃത്വം ന്യായീകരിച്ചിരുന്നു. തന്റെ നിരപരാധിത്വം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തിയതിനാലാണ് സജിമോന് പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞതെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. സജിമോനെതിരെയുള്ള കേസ് ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കുമ്പടയിൽ നടത്തിയ സ്വീകരണ പരിപാടിയിൽ 60ഓളം യുവാക്കൾ സിപിഎമ്മിലേക്ക് ചേർന്നിരുന്നു. കാപ്പ കേസ് പ്രതി മലയാലപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനെ മാലയിട്ട് സിപിഐഎം ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു സ്വീകരിച്ചതാണ് വിവാദമായത്. സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി വീണ ജോർജ് ആയിരുന്നു. പിന്നീട് ഉയർന്ന വിമർശനങ്ങളെ തള്ളിക്കളയുന്ന നിലപാടാണ് സിപിഐഎം ജില്ലാ നേതൃത്വം കൈക്കൊണ്ടത്. ഒരാൾക്കെതിരെ കേസെടുത്താൽ അയാൾ കുറ്റവാളിയാണെന്ന് പറയാനാകില്ലെന്നാണ് സിപിഐഎം ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ നിലപാട്. കാപ്പ കേസ് പ്രതിയായിട്ടും ശരൺ ചന്ദ്രനെ തള്ളിക്കളയാൻ സിപിഐഎം ജില്ലാ നേതൃത്വം തയ്യാറാകുന്നില്ല. പോലീസ് കേസെടുക്കുന്നതുകൊണ്ട് ഒരാൾ കുറ്റവാളിയല്ല. ഒരാൾ കേസിൽ പ്രതിയായതുകൊണ്ട് അയാൾ കുറ്റവാളിയല്ല. അതാദ്യം നിങ്ങൾ ബോധ്യമാവണം. അയാളെ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ അയാൾ പങ്കാളിയായിട്ടുണ്ട്. അത് RSSന്റെ രാഷ്ട്രീയമാണ്. ആ RSSന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് അയാൾ അതിൽ പ്രതിയായിട്ടുള്ളത്. അതെല്ലാം അയാൾ ഉപേക്ഷിച്ച് അയാൾ അതിനകത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് അയാളുടെ പേരിൽ ഒരു വാർത്തയുമില്ല. അയാൾ പരിശുദ്ധനാണ്. പത്തനംതിട്ട CPMൽ വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തുടരുകയാണ്. സജിമോനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തതിലും കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചതിലും തെറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജില്ലാ നേതൃത്വം. റിപ്പോർട്ടർ, പത്തനംതിട്ട.